Hi dears, now we are discussing another topic in cultural studies, that is hegemony. Cultural studies എന്ന പേപ്പറിലെ മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. The topic is hegemony. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് hegemony? Explain cultural hegemony or hegemony. Hegemony is a type of domination based primarily on the ruling class or dominant group and their concepts. ഈ ഹെജിമണി എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഒരു തരത്തിലൊരു ഡോമിനേഷൻ ആണ്, മേൽക്കോയ്മയാണ്, ആധിപത്യമാണ്. എങ്ങനെയാണ്? ബേസ്ഡ് പ്രൈമർലി ഓൺ ദ റൂളിംഗ് ഓർ ഡോമിനേറ്റിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ കോൺസെപ്റ്റ്സ്. ഒരു സമൂഹത്തിൽ ആ സമൂഹത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും, ഒരു റൂളിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡോമിനന്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അവരുടെ ആശയങ്ങളും അവരുടെ ആ രീതികളും ഒക്കെ നടപ്പിലാക്കുന്ന ആ സിസ്റ്റത്തെയാണ് ഹെജിമണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു മേൽക്കോയ്മയ്ക്കാണ് ഹെജിമണി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. It derives from the Greek term hegemonia, which means dominance over, that is used to describe relations between cities and states. ഈ ഹെജിമണി എന്ന വാക്ക് ഒരു ഗ്രീക്ക് ടേമായ ഹെജിമോണിയ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം ഡോമിനൻസ് ഓവർ, ആധിപത്യം പുലർത്തുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് റിലേഷൻസ് ബിറ്റ്വീൻ സിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്സ്. രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ പട്ടണങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോമിനൻസ് ഓവർ എന്ന അർത്ഥമുള്ള ഹെജിമോണിയ എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരുന്നത്. And the term was coined by the Italian politician and Marxist philosopher Antonio Gramsci. Antonio Gramsci എന്ന ഇറ്റാലിയൻ പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം. അതേപോലെ തന്നെ ഒരു മാർക്സിസ്റ്റ് ഫിലോസഫർ ആണ്. അദ്ദേഹമാണ് ഈ ഒരു വാക്ക്, ഹെജിമണി എന്ന ഈ ഒരു വാക്ക് രൂപീകരിച്ചത്, കോയിൻ ചെയ്തത്. And the ruling class or social class achieves a predominant influence and power over the subordinate or working class, and the working class is willingly accept their oppression. ഈ ഒരു വാക്കിലെ ഈ ഒരു ആശയപ്രകാരം there is a ruling class or social class in the society. സമൂഹത്തിൽ ഒരു റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഡോമിനൻസ്, ആധിപത്യം പുലർത്തുന്ന ഒരു വിഭാഗം, അത് പൊതുവെ റിച്ച് ക്ലാസ് ആയിരിക്കും, സമ്പന്നരായിരിക്കും, അവരുണ്ടാകും. അവര് എന്ത് ചെയ്യുന്നു? ദേ അച്ചീവ്സ് എ പ്രിഡോമിനൻസ് ഓവർ ദി സബോർഡിനേറ്റ് ക്ലാസ്. അവരുടെ മേൽ, അതായത് വർക്കിംഗ് ക്ലാസിന്റെ മേൽ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആ പുവർ ക്ലാസിന്റെ മേൽ ഇവർ ആധിപത്യം സ്ഥാപിക്കുന്നു. ആൻഡ് ദീസ് സബോർഡിനേറ്റ് ക്ലാസ് ഓർ വർക്കിംഗ് ക്ലാസ് വില്ലിംഗ്ലി ആക്സെപ്റ്റ് ദെയർ ഓപ്പറേഷൻ. തങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് എന്നറിഞ്ഞിട്ടും ഈ വർക്കിംഗ് ക്ലാസ് ഇവരുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് അടിമയെ പോലെ അവര് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഈ വർക്കിംഗ് ക്ലാസിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഗ്രൂപ്പുകളുടെ ആ ഒരു ആധിപത്യത്തെയാണ് ഹെജിമണി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് റിയലി എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ക്ലാസസ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ റിച്ച് ക്ലാസ് ആൻഡ് പുവർ ക്ലാസ് അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ്, ഒരു കോൺഫ്ലിക്റ്റ് ആണ്, ഒരു സംഘർഷമാണ് ഈ ഒരു ഹെജിമണി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ ഇത് വർക്കിംഗ് ക്ലാസിന്റെ മേൽ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ റിച്ച് ക്ലാസ് അടിച്ചേൽപ്പിക്കുന്ന ആധിപത്യത്തെയാണ് ഹെജിമണി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ദിസ് ഡോമിനൻസ് ഓർ ഡോമിനേഷൻ they maintain through ideological or cultural means. ഈ റൂളിംഗ് ക്ലാസ് ഇവരുടെ ഈ പ്രിഡോമിനൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡോമിനൻസ് നിലനിർത്തുന്നത് ത്രൂ ഐഡിയോളജിക്കൽ ഓർ കൾച്ചറൽ മീൻസ്. ഐഡിയോളജിക്കൽ ആയിട്ട്, ആശയപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കാം. ഇപ്പം ചില ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ ഈ റൂളിംഗ് ക്ലാസ് പറയുകയാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേ രീതിയിൽ അംഗീകരിക്കുന്ന ജനത, അതേ രീതിയിൽ അംഗീകരിക്കുന്ന വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു പുവർ ക്ലാസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ഭക്ഷണ കാര്യത്തിലായിക്കോട്ടെ, ഭക്ഷണം പണ്ട് കാലത്ത് പാവപ്പെട്ടവന്റെ ഭക്ഷണമായിരുന്നു ചക്കയ, മരച്ചീനി, അങ്ങനെയുള്ള ഭക്ഷണം. പക്ഷെ ഇപ്പൊ അത് റിച്ച് ക്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ ഇപ്പോ അതിന്റെ ആ ഒരു ക്യാൻസറിനെ ചെറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ചക്കയിലുണ്ട് എന്നൊക്കെ
പ്രചാരം വന്നതോടുകൂടി റിച്ച് ക്ലാസ് അല്ലെങ്കിൽ ആ ഹൈ ക്ലാസ് ഈ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി അതിന്റെ പ്രാധാന്യം കൂടുന്നു. അതേപോലെ ആചാര രീതികൾ അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈൽ, ഇതൊക്കെ പ്രിഡോമിനൻസ്, ഇപ്പോൾ കീറിയ പാൻസ് അല്ലെങ്കിൽ ജീൻസ് ഒക്കെ മുട്ടിൻ്റെ അടുത്തും കാലിൻ്റെ അടുത്തും ഒക്കെ കീറിയത് ഹൈ ക്ലാസ് ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു ഫാഷനായി മാറുന്നു. പാവപ്പെട്ടൻ ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു അവൻ്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് മാറുന്നു. പക്ഷേ ഈ പണക്കാരൻ അല്ലെങ്കിൽ റിച്ച് ക്ലാസ് ഈ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് അത് ഒരു ഫാഷനായി മാറുന്നു. ആ ഒരു കോൺസെപ്റ്റ് പാവപ്പെട്ടവരിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിച്ചാൽ തങ്ങളും അവരെ പോലെ ആകുമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രിഡോമിനൻസ്, റിച്ച് ക്ലാസിന്റെ ഒരു പ്രിഡോമിനൻസ് ഇവരുടെ മേലുണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു ആധിപത്യത്തെയാണ് ആശയപരമായിട്ടും അതേപോലെ തന്നെ സംസ്കാരപരമായിട്ടും ഒക്കെയുള്ള ഈ ഒരു ആധിപത്യത്തെയാണ് ഹെജുമണി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then it can be mainly achieved through social institutions which allow the power to influence the values, norms, ideas, expressions, worldviews and behavior of the society. ഇത് പൊതുവെ ഉണ്ടാകുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് സാമൂഹികമായിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ആ ഒരു റിച്ച് ക്ലാസ് അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന സമൂഹവുമായിട്ട് ഉള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ആൻഡ് ഇറ്റ് അലൗസ് ദ പവേഴ്സ് ടു ഇൻഫ്ലുവൻസ്. ഇവര് ഈ ഒരു റൂളിംഗ് ക്ലാസിന്റെ ആശയങ്ങളും ആചാര രീതികളും അവരുടെ നിയമങ്ങളും എന്താണ് ലോകത്തെക്കുറിച്ചുള്ള അവരുടെ കോൺസെപ്റ്റും ഒക്കെ ഈ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഈ ഒരു വർക്കിംഗ് ക്ലാസ്സിന് മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഈ ഒരു സോഷ്യൽ സിറ്റുവേഷൻസിലൂടെ അല്ലെങ്കിൽ സാമൂഹിക പരിസ്ഥിതിയിലൂടെയാണ്. സാമൂഹികമായിട്ടുള്ള ആ ഒരു സ്വാധീനത്തിലൂടെയാണ് ഈ ജനതയെ അവര് അടിച്ചമർത്തുന്നത്. ആൻഡ് അന്റോണിയോ ഗ്രാംസ്കി ആർഗ്യൂഡ് ദാറ്റ് consent to the rule of the dominant group is achieved by the spread of ideologies, beliefs, assumptions and values through social institutions such as schools, churches, courts and media. പ്രധാനമായിട്ടും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമ്മൾ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഹൈ ക്ലാസ് കൊണ്ടുവരുന്ന ആ ഒരു രീതികൾ, അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചിട്ടാവട്ടങ്ങൾ, ചില പ്രത്യേക സമുദായത്തിന്റെ സ്കൂളുകളിൽ അങ്ങനെയുള്ള ഓരോ കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റിനനുസരിച്ച് ആ സ്കൂളിൽ വരുന്ന മറ്റു മതത്തിൽപ്പെട്ട കുട്ടികളും അവരുടെ രീതികൾ പിന്തുടരേണ്ടതായിട്ട് അതിന്റെ പ്രാധാന്യം വളരെയധികം ഉള്ളതാണ്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള ചിട്ടകൾ ഉണ്ടാവും. ആ ചിട്ടയ്ക്കനുസരിച്ച് എല്ലാ കുട്ടികളും ആ ചിട്ടകൾ ഫോളോ ചെയ്യണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു നിയമം അവിടെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഡോമിനൻസിയാണ് അവിടെ കാണിക്കുന്നത്. ആ ഡോമിനൻസി മറ്റുള്ളവർ പിന്തുടരണമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം. അതേപോലെ തന്നെ ഈ ഒരു ആശയം വരുന്നത് ഐഡിയോളജീസ്, ബിലീഫ്സ്, വിശ്വാസങ്ങൾ, അതേപോലെ അസംഷൻസ് അല്ലെങ്കിൽ അവരുടെ എല്ലാ ചിട്ടാവട്ടങ്ങളും ഒക്കെ ഇത് പിന്തുടരാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ആ സ്വാധീനം ചെലുത്തുന്നത് സ്കൂളുകള്, ചർച്ചുകള്, അതേപോലെ തന്നെ കോർട്ട്, മീഡിയ, ഈ 4 മാർഗങ്ങളിലൂടെയാണ് പ്രധാനമായിട്ട് നമ്മൾ സ്വാധീനം ചെലുത്തുന്നത്. Then these institutions socialize the people into a dominant group. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ പള്ളികള്, മറ്റു മത സ്ഥാപനങ്ങൾ, പള്ളികൾ മാത്രമല്ല മതസ്ഥാപനങ്ങള്, ദെൻ ചേർച്ചസ്, കോർട്ട്, മീഡിയ, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചില രീതികളുണ്ട്. കോടതിയുടെ വാക്കുകള്, കുറെ ടേംസ്, ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില രീതികൾ, ഇതൊക്കെ, അതേപോലെ മീഡിയ, ഇതൊക്കെ മനുഷ്യനെ ഈ ഒരു ഹെജിമണിയിലേക്ക് നയിക്കുന്ന സംഭവങ്ങളാണ്. ദീസ് ആർ ദി പോയിന്റ്സ്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.